ഞാൻ ഈ പറയുന്നത് ആരും പറയാത്തത് കൊണ്ടാണ്. കാര്യം എനിക്ക് അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. പാടി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് കേട്ടിട്ട് പിന്നെയും പറയാതെ അരിയാതെ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ ദേഷ്യം വരും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് മീഡിയം എടുത്ത് നോക്കിയാലും മലയാളം എന്ന ഭാഷ വളരെ മോശമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. प्रीत की लत मोह ऐसी लागी हो गई मैं मतवारी. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അതും സ്നേഹമാണ്. ശരിക്കും ഞാൻ ആരാണ് എന്നുള്ളൊരു അറിയാതെ വന്നൊരു ആളാണ്. സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ PR വർക്ക്സോ മാർക്കറ്റിംഗോ ഒന്നും തന്നെ ഇല്ല. ഈ ഗിമിക്സുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പാട്ട് വരുന്നതും. ഫാമിലി എല്ലാവരും ഗവൺമെന്റ് സർവൻസ് ആണ്. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഡിഫറെന്റ് ആയത്. കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളല്ല. പോയി സ്വന്തമായിട്ട് ചെയ്തിട്ട് വരൂ. ആ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുത്തിട്ടുണ്ട്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ബസ് കയറിപ്പോയി, ഒറ്റയ്ക്ക് പോയി, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പഠിച്ച് തിരിച്ച് വീട്ടിൽ വരണം. ഞാൻ വീട്ടിൽ ഉറുദുവാ സംസാരിക്കുന്നത്. ഞാനും ആണോ? ശരിക്കും? അപ്പൊ നോർത്തിൽ എവിടെയായിരുന്നു? നോർത്തിലല്ല, ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്, കേരളം തന്നെയാണ് ജനിച്ചു വളർന്നത്. വീട്ടില് ഉറുദു ആണ് സംസാരിക്കുന്നത്. ശരി. മമ്മി പറയുന്നത് വെച്ചാല് നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മളെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പല ലാംഗ്വേജസിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോഫാർ ഒരു 16 ലാംഗ്വേജസ് സോഫാർ പാടി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് സിംഗർ ആയിട്ടുള്ള അനിത ഷെയ്ഖ് മാം ആണ്. വെൽക്കം മാം. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു അനിത മാമിനെ പറ്റിയിട്ട് നോക്കിയപ്പോഴത്തേനും ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഞാൻ കൊച്ചിലെ ഏറ്റവും കൂടുതൽ പാടി നടന്നിട്ടുള്ള പല പാട്ടുകളും പാടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ മുന്നേ ഇരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഓ മാമ ചന്ദ മാമ എന്ന് പറയുന്ന പാട്ടൊക്കെ ഞാനൊക്കെ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാണ്. അപ്പൊ ആ പാടിയ സിംഗറിനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് എനിക്കത് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുന്നു. സോ 2007 ജേർണി തുടങ്ങിയെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ അതിനു മുന്നേ ഫാമിലി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്നാണ് ആ ഒരു എന്താ പറയാ ബ്രിങ്ങിങ് എന്ന് പറയുന്ന ഒരു സാധനം മ്യൂസിക്കിലേക്ക് ഇറങ്ങുന്നത്. സോ എങ്ങനെയായിരുന്നു ഒരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ജേർണി വിത്ത് ഫാമിലി എന്ന് പറയുന്നത്? പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് അമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ വീട്ടിലെന്തായാലും മ്യൂസിക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആയിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ വേറെ സ്റ്റുഡൻസ് വന്നിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കേട്ട് പഠിക്കും. അങ്ങനെയാണ് എൻ്റെ മ്യൂസിക്കൽ ലേണിംഗ് ഫസ്റ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സീരിയസ് ആയിട്ട് തുടങ്ങുന്നത് പിന്നെ മമ്മി മ്യൂസിക്കിലായതുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ നഴ്സറി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ വരച്ച് തുടങ്ങി. പിന്നെ മിമിക്രി, മോണോആക്ട്, മ്യൂസിക്കൽ ഇനങ്ങളുണ്ടല്ലോ. അതായത് ലളിതഗാനം, ശാസ്ത്രസംഗീതം, മാപ്പിളപ്പാട്ട്, പദ്യപാരായണം, അങ്ങനെ തുടങ്ങി എന്തിനൊക്കെ പറ്റുമോ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കഥാരചന, കവിതാരചന, പ്രസംഗം, എല്ലാത്തിലും. അപ്പോൾ മമ്മി പറയുന്നത് വെച്ചാൽ നമുക്ക് ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മളെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ഇതിലും മത്സരിക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ചിലപ്പോൾ നമ്മൾ അതിൽ തോറ്റുപോകും, ചിലപ്പോൾ ജയിക്കും. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാനും എൻ്റെ സിസ്റ്ററും നമ്മൾ രണ്ടുപേരും അങ്ങനെ വളർത്തിയത്. അപ്പോൾ എല്ലാ കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലൊക്കെ പെർഫോം ചെയ്യും. പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സിൽ പാടും. അങ്ങനെയാണ് ആ ഒരു മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ ഓമൻകുട്ടി ടീച്ചറിൻ്റെ സംഗീത ഭാരതിയിലാണ് കുട്ടിക്കാലത്ത് പഠിച്ചത്. കാർത്തിക തിരുനാൾ സംഗീത സഭയിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് മ്യൂസിക്കിൽ വരുന്നത്. ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ്. സിറാജുനിസ ബീഗം. പേര് സിറാജുനിസ ബീഗം. സിറാജുനിസ ബീഗം. ഓക്കെ. പാരന്റ്സ് രണ്ടുപേരും സിംഗേഴ്സ് ആണോ? ഫാദർ നല്ല ആസ്വാദകനാണ്. ഇപ്പോ പാടും. കാര്യം നമ്മൾ വീട്ടിലെല്ലാവരും പാടുന്നതുകൊണ്ട് ഇപ്പോ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് പാടാറുണ്ട്. നമ്മുടെ ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ പാടാറ്.
എനിക്ക് മനസ്സിലായത് മാമിന് ഭയങ്കരമായിട്ടൊരു നോർത്ത് അല്ലെങ്കിൽ ഒരു അല്ലെ നോർത്തിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം വെച്ച് പുലർത്തുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് സംസാരത്തിലാണെങ്കിലും ശൈലിയിലാണെങ്കിലും എല്ലാം ലൈക്ക് എല്ലാ ഹാബിറ്റ്സിലാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് ഒരു പാഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ അത്? ഞാൻ വീട്ടിൽ ഉറുദുവാ സംസാരിക്കുന്നത്. ഞാനും ആണോ? ശരിക്കും. അപ്പൊ നോർത്തിൽ എവിടെയായിരുന്നു? നോർത്തിലല്ല, ഞാനിവിടെ ട്രിവാൻഡ്രം തന്നെയാ, ട്രിവാൻഡ്രം. കേരളം തന്നെയാണ് ജനിച്ചു വളർന്നത്. ജനിച്ചു വളർന്നത്. വീട്ടിൽ ഉറുദു ആണ് സംസാരിക്കുന്നത്. സംസാരിക്കുന്നത്. ശരി. അപ്പോ നമ്മുടെ മറ്റേ ഹിന്ദി ഉറുദു മിക്സ്ഡ് ആയിട്ടുള്ള മിക്സിൽ. ലാംഗ്വേജ്. ഓക്കെ. അപ്പൊ ഉറുദുവാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ. ആ ഒരു ഡിക്ഷൻ പ്രശ്നം നമുക്കില്ല. ആ. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നമുക്ക് മലയാളം മാത്രമല്ലല്ലോ, നമുക്ക് ഈ ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് ഉം. ഞാൻ പല ലാംഗ്വേജസിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോഫാർ ഒരു 16 ലാംഗ്വേജസ് സോഫാർ പാടി. ഉം. ഇപ്പൊ ലാസ്റ്റ് എന്ന് പറയാൻ ജമ്മുവിലെ ഡോഗ്രി എന്ന ലാംഗ്വേജ് ആണ്. ആ. ലാസ്റ്റ് റിലീസായത് തമിഴ് സോങ് ആണ്. അത് എൻ കാതലി എന്ന് പറഞ്ഞിട്ട് ഈയിടയ്ക്ക് ഉം. കഴിഞ്ഞ വർഷം Okay. റിലീസായി. കഴിഞ്ഞ വർഷം തന്നെ ഒരു ഹിന്ദി സോങ് റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മറ്റ് ഭാഷകൾ ഇത് ചെയ്യുന്നത്. പിന്നെ സൂഫി കോൺസെർട്സ് ചെയ്യാറുണ്ട്. ഉം. ഇപ്പൊ ഗസൽസ് ഒബ്വിയസ്ലി ഉറുദുവിലാണ്. ഉം. ഇപ്പൊ കുട്ടിക്കാലം മുതലേ വീട്ടിൽ ഗസൽസ് പ്ലേ ചെയ്യാറുണ്ട്. മറ്റ് ഭാഷകളിൽ പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ മുംബൈയിൽ മലാഡിലും പഞ്ചാബിലെ ലുധിയാനയിലാണ് ഞാൻ കേരളം ഒഴിച്ച് ബാക്കിയുള്ള 2 സ്ഥലങ്ങളിലാണ് നിൽക്കുക. ഈ ലുധിയാന എന്ന് പറയുന്നത് എൻ്റെ ഗുരുജിയുടെ സ്ഥലമാണ്. ഞാൻ സൂഫി പഠിക്കുന്നത് ഒരു ഗുരുകുൽ സിസ്റ്റത്തിലാണ്. Okay. വർഷങ്ങളായിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു കേരളം കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പഞ്ചാബാണ്. അതെനിക്ക് മനസ്സിലായിരുന്നു. മലായി. മലായി മലായി ഖാന. Okay. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ എന്നെ കുറിച്ച് ഇങ്ങനെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയായിരുന്നു നല്ല രീതിയിൽ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. എനിക്കും ഇഷ്ടമാണത്. ഇപ്പൊ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ കേട്ടിരിക്കാനും പിന്നെ എനിക്ക് പഞ്ചാബി ലാംഗ്വേജ്, പഞ്ചാബി ട്രഡീഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി പട്യാല ആ ഒരു ഘറാന സിസ്റ്റത്തിലാണ് ഞാൻ മ്യൂസിക് പാടുന്നത്. അപ്പം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും അവരുടെ ലിവിങ് സ്റ്റൈലായാലും അതായത് പരസ്പരമുള്ള ബഹുമാനം എന്ന് പറയുന്നത് ആ ഒരു ജീവിത രീതി തന്നെയുണ്ട്. റെസ്പെക്റ്റിന് റെസ്പെക്ട്, അതുപോലെ സ്നേഹത്തിന് സ്നേഹം, ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം. അങ്ങനെയാണ് പഞ്ചാബികളുടെ ആ ഒരു സിഖുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നോർത്തില് ഡൽഹി ആയാലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഐ മീൻ മ്യൂസിക്കൽ ട്രാവൽ ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് നോർത്ത് ഇന്ത്യയായിട്ടുള്ളൊരു ബന്ധം. ഇപ്പൊ ഈ കുഞ്ഞിലേ മുതലെയാണ് ഈ സൂഫി ഗസൽ എല്ലാം എനിക്കൊന്ന് വീട്ടിൽ വീട്ടിലെ നമ്മള് ഹിന്ദി സോങ്സ് ആയിരിക്കും കുട്ടിക്കാലത്ത് കൂടുതൽ പാടാനും കേൾക്കുന്നതും ഒക്കെ. പിന്നീട് ഞാൻ ഡിഗ്രി മ്യൂസിക് ആണ് എടുത്ത് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസിനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ മ്യൂസിക് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ ഹയർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇപ്പൊ സിനിമയിൽ പാടുന്ന പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ സെയിം സാധനം റെപ്ലിക്ക നമ്മൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു പാടുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെടണം എന്ന് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഗസൽ സൂഫി കോൺസെർട്സ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അത് എനിക്ക് കേരളത്തിൽ ആദ്യം അവസരം തരുന്നത് ശ്രീ സൂര്യ സാറാണ്. സൂര്യ ഫെസ്റ്റിവലിലൂടെയാണ് ഞാൻ സൂഫി കോൺസെർട്സ് മെഹഫിലുകൾ ചെയ്തു തുടങ്ങിയത്. പിന്നെ സംഗീത അക്കാദമി, സാഹിത്യ അക്കാദമി, അങ്ങനത്തെ ഫെസ്റ്റിവൽസ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ചെയ്തിട്ടുണ്ട്. നക്കോദർ ഫെസ്റ്റിവൽ, ഖാൽസ യൂണിവേഴ്സിറ്റിയിലും, അങ്ങനെ കുറേ പഞ്ചാബ് ടു കൊൽക്കത്ത അങ്ങനെ ഒരു ട്രിപ്പ്, ബാക്ക് ടു ബാക്ക് കോൺസെർട്സ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബോധ്ഗയ അങ്ങനെ ആ ഒരു ജേണിയിൽ അങ്ങനെയുള്ള കുറച്ച് തീർത്ഥാടന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു മെഹഫിലുകളുണ്ട് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള അവിടെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോസ് ഇന്ത്യക്കകത്തും പുറത്തും ചെയ്തിട്ടുണ്ട്. ഇത് പുറമെ ബാൻഡ് ഉണ്ട്, കോർപ്പറേറ്റ് ഷോസിലൊക്കെ അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട്. ഇന്ത്യക്ക് പുറത്തും കൂടുതൽ ഷോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അപ്സ് ആൻഡ് ഡൗൺസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പൊ നമുക്ക് അപ്സ് വരുന്ന പോലെ തന്നെ നമുക്ക് കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഡൗൺസ് വരാറുണ്ട്. അപ്പൊ മാം എങ്ങനെയാണ് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്? ഞാൻ ലിബ്രയാണ്. ലിബ്ര അറിയാലോ, ത്രാസാണ്. സൺ സൈൻ ലിബ്ര ആണ്. മലയാളം ആണെങ്കിൽ ചോതി. ഇപ്പൊ നാള് എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ ഡിസൈൻ നമുക്ക് വളരെ
അങ്ങനെയാണ് ശരിക്കും. എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ ഒരാളുടെ ഇത് നോക്കുമ്പോഴത്തേക്കും കുറേ നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരും. ബേസിക് കുറച്ച് ക്യാരക്ടേഴ്സ് അത് ആ കാറ്റഗറിയിൽ വരും. അപ്പൊ അത് ലിബ്ര എന്ന് പറയുന്നത് എപ്പോഴും ഈ ഭയങ്കര സന്തോഷം വന്നാലും ഭയങ്കര സങ്കടം വന്നാലും അവരിങ്ങനെ ഇങ്ങനെ ആയിരിക്കും. ലൈക്ക് ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കും. അതായത് കൂടുതൽ അങ്ങ് ഇങ്ങനെയും വീണ് പോകത്തില്ല, ഇങ്ങനെയും ആവത്തില്ല. പക്ഷെ ഞാനിത് രണ്ടും ഹാൻഡിൽ ചെയ്യാറുണ്ട്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മമ്മി പറഞ്ഞ ഒരു അനുഭവമാണ്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് എൻ്റെ പേര്. അതായത് ആ സമയത്ത് LP സെക്ഷനിൽ 4 ഇനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ്, 4ലും ഫസ്റ്റ് വന്നു. അപ്പൊ ഇതിങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര എന്താ പറയുക ഹാപ്പി, എല്ലാവരും ഇങ്ങനെ നോക്കുന്നു, എന്നെ നോക്കുന്നു. അപ്പൊ മമ്മി സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന്, ഇല്ല, ആൾക്കാർ അവിടെ പ്രൈസ് കിട്ടാത്ത ആൾക്കാർ അവിടെ ഉണ്ട്, അവർക്ക് ഇത് വരും, എന്താ വിഷമം വരും. അപ്പൊ ഞാൻ മമ്മി അങ്ങനെ മാറിപ്പോ എന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞു എന്ന് മമ്മി ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ ആ പ്രായത്തിലും എന്താ പറയുക, കൂടുതൽ അങ്ങനെ ഭയങ്കര ഷോ കാണിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മമ്മി പറഞ്ഞിട്ടുള്ളത്, ഒരു സംഭവത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു തേച്ച് മിനുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ശരിക്കും ഒരു കലാകാരിയുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാവാം ചിലപ്പോൾ ഭയങ്കര നല്ല നേട്ടങ്ങൾ വരുമ്പോഴും ഒരുപാട് വിഷമങ്ങൾ വരുമ്പോഴും ഓക്കെ ആയിട്ട് പോകുന്നത്. ഈ ഒരു ജേർണിയിൽ, മ്യൂസിക് ജേർണിയിൽ മാം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്ന അതെന്തെങ്കിലും ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കാര്യം? എനിക്ക് മമ്മി മ്യൂസിക് ടീച്ചറാണ്, സ്കൂളിലെ ടീച്ചറാണ്, ഗവൺമെന്റ് സ്കൂളിൽ. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് പാട്ട് പഠിക്കുമ്പോഴും മമ്മിയെ പോലും മ്യൂസിക് ടീച്ചർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ആഗ്രഹം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആഗ്രഹം, ഞാൻ പാട്ട് പഠിച്ചു, ഞാൻ മ്യൂസിക് സിനിമയിൽ പാടണം. അപ്പോൾ സിനിമയിൽ പാടാൻ പറ്റി ഒരു അവസരം വന്നു, പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സിനിമയിൽ മ്യൂസിക് ചെയ്യണം, മ്യൂസിക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഞാനിങ്ങനെ കൂടുതൽ പബ്ലിസിറ്റി അങ്ങനൊന്നും ചെയ്യാറില്ല. മനസ്സിൽ ആഗ്രഹങ്ങൾ വെക്കും, അത് നടന്നങ്ങ് പോകും. എനിക്ക് തോന്നുന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ എന്താ പറയാ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ എന്താ ഒരു ഭയങ്കര വലിയൊരു പ്ലസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമായിട്ട് അമ്മയും അബ്ബയും അങ്ങനെയാ. അബ്ബ എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ സപ്പോർട്ടാണ്. ഇമോഷണൽ സപ്പോർട്ടാണ്. പിന്നെ എപ്പോഴും ഗേൾ ചൈൽഡ് എപ്പോഴും അവരുടെ ലൈഫിലെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്ന ഫാദറാണ്. അപ്പം കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും കൂടുതൽ വളർന്നു വരുമ്പോൾ അബ്ബയായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്. മമ്മി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്തും പറയാം. കുട്ടിക്കാലം മുതൽക്കേ നമുക്ക് അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ, അമ്മ എന്ന് പറയുന്ന ഒരു അങ്ങനെയാണല്ലോ. അതിന്റെ ചിറകൾക്കടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും നമുക്ക് ടെൻഷനോ ഒന്നുമില്ല. ഞാനൊന്ന് പതറിയാൽ മമ്മിക്ക് മനസ്സിലാവും. അങ്ങനെ ആണ് ആ ഒരു ബോണ്ട് എന്നുള്ളത്. അപ്പോൾ അബ്ബയും മമ്മിയും ഈ പറഞ്ഞ 2 പില്ലേഴ്സ് തന്നെയാണ് എൻ്റെ ലൈഫിൽ. പക്ഷെ മമ്മിയാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ആ കരിയറിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, പ്രശ്നങ്ങളല്ല ലൈക്ക് ഓരോ പടവുകൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നും പറഞ്ഞ് സ്കൂളിൽ കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോഴൊന്നും വരത്തില്ല. അങ്ങനെയൊന്നും എന്തിലേക്ക് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളല്ല. പോയി സ്വന്തമായിട്ട് ചെയ്തിട്ട് വരൂ, ആ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുത്തിട്ടുണ്ട്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ബസ് കയറിപ്പോയി, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പഠിച്ച് തിരിച്ച് വീട്ടിൽ വരണം. അപ്പൊ ആദ്യം കൂടെ വരും, പിന്നീട് ഒറ്റയ്ക്ക് പോകണം. അങ്ങനെയുള്ള ട്രെയിനിങ്. പിന്നെ കുക്കിംഗ് സ്വന്തമായിട്ട് 6th പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഫിഷൊക്കെ ഉണ്ടാക്കാൻ വീട്ടിൽ ട്രെയിനിങ്. മമ്മി ടീച്ചറാണല്ലോ, അപ്പൊ രാവിലെ പോവും. അപ്പോൾ പെൺകുട്ടികളാണ്, ആരുടെയും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും മമ്മി തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ മമ്മിയെ പോലെ തന്നെ എനിക്ക് നന്ന എന്നാണ് ഞാൻ വിളിക്കുന്നത്. മമ്മി സ്കൂളിൽ പോകുമ്പോൾ നന്നയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് കിടന്ന് ഓരോ പാട്ടുകൾ പറഞ്ഞ് പാടിത്തരും. ധോൽക്ക് ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാട്ടുകളുണ്ട് നമ്മുടെ. അപ്പോൾ ആ പാട്ടുകൾ പാടിത്തരും. പിന്നെ സ്റ്റോറീസ്, നാടോടി കഥകൾ എന്ന് പറയും. അത് വേറെ എവിടെയും കേൾക്കാത്ത കഥകളൊക്കെ ഉണ്ട്. അപ്പൊ ആ കഥകളൊക്കെ ഇങ്ങനെ, അപ്പൊ അത് ഒരു ഭയങ്കര ബോണ്ടാ. ഗ്രാൻഡ്മ. അപ്പൊ ഗ്രാൻഡ്മയും പാടും, ഞാൻ നന്ന എന്ന് വിളിക്കുന്നത്. അപ്പൊ നന്നയും പാടും.
അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് 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 അത് ഒരു പിന്നെ മമ്മിയും അതുപോലെ പാടുന്നത് കേട്ടിട്ട് അങ്ങനെ ആണ് ഞാൻ മ്യൂസിക്കിലേക്ക് വരുന്നതും. അപ്പൊ ഈ ഒരു ഫാമിലി ആ ഒരു ബോണ്ട് ഇതൊക്കെ അങ്ങനെയാണ്. സിസ്റ്റർ ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? എൽഡർ സിസ്റ്റർ ആണോ Younger യങ്ങർ sister ആണ്. യങ്ങർ സിസ്റ്റർ ആണ്? എങ്ങനെയാണ് സിസ്റ്റർ ആയിട്ടുള്ള ഒരു വളരെ journey എന്ന് നല്ല പറയുന്നത്? കണക്ഷനാണ്. Childhood. ചൈൽഡ്ഹുഡ് ആസ് യൂഷ്വൽ നമ്മൾ ആ, അടിയും അടിയും പിടിയും അടിയും ബഹളവും. പിടിയും അതൊക്കെ തന്നെയാണ്. ആ, ആ ഒരു ഇതിൽ തന്നെയാണ് വളർന്നത്. ഉം, പുള്ളിക്കാരത്തി നന്നായിട്ട് പാടും. ഉം, ഇപ്പോ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉം. ഗവൺമെന്റ് സെർവന്റ് ആണ്. എന്റെ ഫാമിലി എല്ലാവരും ഗവൺമെന്റ് സെർവൻസ് ആണ്. Okay. അപ്പൊ ഞാൻ മാത്രമാണ് ഇങ്ങനെ ആ. ഔട്ട് ഓഫ് ദ ബോക്സ്. Okay, different ആയത്, യുണീക്ക് ആയത് അല്ലേ? അല്ല അങ്ങനെയല്ല. ആ. മ്യൂസിക്കിൽ സംഗീതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കരിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് യുനോ. അതെ, സർവൈവ് ചെയ്യാ അല്ലെങ്കിൽ അല്ല നമ്മളൊരു ലൈക്ക് കരിയർ അറിയില്ല കാര്യം ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണ് എങ്ങനെ വരിക ഇത് എന്നുള്ളത്. ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവും, ചിലപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവത്തില്ല. ഉം. ഇതിനൊരു റെഗുലർ ഇൻകം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഗവൺമെന്റ് സെർവൻസ് ആയിട്ടുള്ള എല്ലാവർക്കും റെഗുലർ ഇൻകം മനസ്സിലായി. വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അത് അറിയാവുന്നവർക്ക് അവര് അത് തന്നെ പറയും. ഉം. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോലെ അതിന് ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹം ഇതായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആവാൻ സക്സസ്ഫുൾ ആവാൻ പറ്റി. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. എനിക്ക് മനസ്സിലാവുന്നത് മാമിന് നല്ല രീതിയിൽ ഫാമിലി സപ്പോർട്ട് എന്തായാലും ഉള്ള ഒരാൾക്ക് ഉം. ഇത്രയും ഓപ്പൺ ആയിട്ട് പറയാൻ ഉം. പറ്റത്തുള്ളൂ. ഉം. ലൈക്ക് ഫാമിലി ഇത്രയും സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. ലൈക്ക് ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി സപ്പോർട്ട് എനിക്ക് ഉം. മനസ്സിലായി. ഹസ്ബൻഡ് എങ്ങനെയാണ് സപ്പോർട്ട് ആ, ചെയ്യുന്നത് ഈ ഒരു ആ, ജേർണിയിൽ? അത് എങ്ങനെയാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ അത്രയും ആ. സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുപോലെ ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആളുടെ പിറകിലും അവരുടെ സ്പൗസോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സപ്പോർട്ട് ഉണ്ട്. ഉം. എന്തിനും ഏതിനും ലൈക്ക് ഏതൊരു സിറ്റുവേഷൻസും അത് അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കാൻ ഒരാളുണ്ടെങ്കിലേ പറ്റുള്ളൂ. ചിലപ്പം ഈ പറഞ്ഞ പോലെ കൂടുതൽ പൊസസീവ് ആയാലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പറ്റില്ല. അതെ. പിന്നെ ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇന്ന ആള് ഇങ്ങനെ പോയിട്ടുണ്ട്, അപ്പൊ അവിടെ ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ആദ്യത്തെ കാലത്ത് പുള്ളിക്ക് അറിയാം, കൂടെ വന്നിട്ട് കാര്യങ്ങൾ അറിയാം. ആ. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആ ഒരു സപ്പോർട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതും ഈശ്വരന്റെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും മൂവി ഫീൽഡിൽ നിൽക്കുന്ന അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറാണ്, ആ. സൈക്കോളജിസ്റ്റ് ആണ്, ഓക്കെ. യോഗ ട്രെയിനിങ് അങ്ങനെ ഒക്കെ ഉണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. മെയിൻലി സിനിമയാണ് അദ്ദേഹത്തിന്റെയും എന്താ പറയാ ഇഷ്ട സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ തിരക്കഥാകൃത്താണ്, എഴുതും. ഒരുപാട് ഇതിൽ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓൺ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. എനിക്കൊരു പേഴ്സണൽ ഡൗട്ടാണ്. ഇപ്പം നമ്മൾ ഈ ഗസൽ അല്ലെങ്കിൽ സൂഫി ഒക്കെ പാടുമ്പോഴത്തേനും നമുക്കൊരു ഡിഫറെന്റ് ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ ഒരു ഷോളൊക്കെ ചെയ്തിട്ട്, അപ്പൊ ഇതിനൊരു കോസ്റ്റ്യൂം പാറ്റേൺ മാം സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൂഫി ഗസലിന് റിലീജിയൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇൻ എ ഗുഡ് വേ, പോസിറ്റീവ് വേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ആക്ച്വലി സൂഫിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി എന്താ നമ്മളെ ഒന്ന് എൻറിച്ച് ആക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇതാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് യാത്രകളിലൂടെയും ഒരുപാട് പഠിച്ചും ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അതായത് റിലീജിയസ് എന്നുള്ളതല്ല, അതിൽ പുറമെ സ്പിരിച്വൽ കണക്ഷൻ. എല്ലാ മതങ്ങളിലും നമ്മൾ പറയുന്നത് ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. പക്ഷെ നമ്മൾ ആ സ്പിരിച്വൽ കണക്ഷനെ വിട്ടുകളയും. പകരം അതിൽ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പെറ്റി റിസൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനും കലഹിക്കാനും ഒക്കെയുള്ള ഒരു കാരണങ്ങൾ. അതായത് നമുക്ക് 1000 കാരണങ്ങളുണ്ട് നമ്മളെ വേർപിരിക്കാൻ, പക്ഷെ ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മൾ ഒന്നിക്കാൻ. എന്താണ്? സ്നേഹം. ആ സ്നേഹമാണ് സ്പിരിച്വലിസം എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അതും സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹത്തിനെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂഫി കലാമുകൾ, അതായത് കവിതകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. മീരാബായിയുടെ ഭജൻസ് ആയിക്കോട്ടെ, മീരാബായി കൃഷ്ണനെ തന്റെ പ്രിയതമനായിട്ട് കണക്കാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർണാടക സംഗീതത്തിൽ പദമുണ്ട്, മധുരഭക്തിയാണ്. ഈശ്വരനെ സ്വന്തം കാമുകനായിട്ട് കണക്കാക്കിയിട്ടാണ് അതിൽ പദങ്ങൾ എഴുതപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, ഇതാണ് സൂഫിസത്തിലുള്ളത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന നമ്മുടെ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന കലാമുകൾ ഗ്രൂപ്പായിട്ടിരുന്ന് പാടുന്നതിനാണ് ഖവാലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്കെ ഹക്കീക്കി, ഇഷ്കെ മജസി എന്ന 2 ജോണേഴ്സ് ഉണ്ട്. ഇഷ്കെ മജസിയിലാണ് ഗസൽസ് വരുന്നത്. അതിൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേൾഡ്ലി ഹാപ്പിനെസ്, ലൈക്ക് ഒരാണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടം, വിരഹം,
അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ മയം എന്ന് വെച്ചാൽ മദ്യത്തിനേക്കുള്ള ആസക്തി, അതിലുള്ള ഇഷ്ടം. കേട്ടിട്ടില്ലേ പങ്കജ് ഉദാസിന്റെ ഗസലുകളിൽ കൂടുതലും ഗുലാം അലി സാഹിബിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഗസലുണ്ട്, ഹംഗാമ ഹെ ക്യൂ ബർപ്പ തോടി സി ജോ പീലി ഹെ എന്ന് പറഞ്ഞിട്ട്, അതായത് കുറച്ച് ഞാൻ കുടിച്ചുള്ളൂ, ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള അത് ഞാൻ പറഞ്ഞത് വേൾഡ്ലി ഹാപ്പിനെസ്, ലൗകിക ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഗസലിലെ സബ്ജക്ട് മിക്കവാറും. കൂടുതലും പ്രണയമായിരിക്കും, ഒരു സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതായിരിക്കാം. ഓക്കെ. ഇഷ്കെ ഹക്കീക്കിയില് അൾട്ടിമേറ്റ് ആ ഒരു പവറിലേക്കുള്ള ഇഷ്ടം, അതായത് പ്രണയം കൂടി ഭക്തിയുടെ ലെവലിലേക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സബ്ജക്റ്റാണ് സുഫിയിൽ സംസാരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അതാണ് ഈ രണ്ട് വ്യത്യാസങ്ങൾ. അത് കുറച്ചുകൂടി പവർഫുൾ ആണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്ത സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമങ്ങൾ വരുന്നത്. ഇതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മളെ തന്നെ അടിയറവ് വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രണയത്തിന്റെ അങ്ങേ മൂർത്തിഭാവം എന്ന് പറയാം. പ്രണയം എന്ന് പറയുന്നത് അതാണ്, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ അങ്ങ് കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. നമ്മളുടെ ഈഗോയോ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും അവിടെ വർക്ക്ഔട്ട് ആവില്ല, നമ്മൾ അങ്ങ് സമർപ്പിക്കുകയാണ്. സമർപ്പണം എന്ന് തന്നെ പറയാം. ആ സമർപ്പണം കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഫന ആവുന്നത്, അതായത് ലോസ്റ്റ് ഇൻ ലവ്. ആ ഫന എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് ലവിലേക്കുള്ള അല്ലെങ്കിൽ ആ പ്രകാശത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ് പോയിന്റ് എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നത്. എന്താ പറയാ, നമ്മൾ ഇങ്ങനെ കേട്ടിരുന്ന പോകുന്ന പോലെ ഉണ്ട്. ലൈക്ക് ഈ പറയുന്ന പാട്ട് നമ്മളെല്ലാരും ജസ്റ്റ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, പാട്ടാവട്ടെ അല്ലെങ്കിൽ ഗസലാവട്ടെ, നമുക്ക് ലൈക്ക് നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്യുന്നു, കേൾക്കുന്നു. പക്ഷെ അതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഒരു വേർഷൻ ഉണ്ട്, ഇത്രയും ഡെപ്ത് ആയിട്ട് പറയാൻ പറ്റുന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡയറക്റ്റ്ലി കേൾക്കുന്നത്, സീരിയസ്ലി. ഓക്കെ. എനിക്ക് പിന്നീട് ചോദിക്കാനുള്ള ഒരു മെയിൻ കാര്യം, കൈലാഷ് ഖേർ സാർ പാടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ളൊരു ഈ ഒരു യാത്രയിൽ പോകുന്നതിന് മുന്നേ ഇന്ന ജോണർ വേണം എന്നെനിക്ക് സെലക്ട് ചെയ്യാൻ ഉള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ചില സമയത്ത് നമുക്ക് ചില ശബ്ദങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ തൊടും, ടച്ച് ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെ എന്നെ ടച്ച് ചെയ്ത കുറച്ച് ഗായകരുണ്ട്, കുറച്ച് ശബ്ദങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കൈലാഷ് ഖേർ. ഞാനിവിടെ കേരളത്തിൽ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്നൊരു വ്യക്തി, കൈലാഷ് ഖേറിന് മനസ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടം, ഈ ഒരു നമ്മളെ ഇൻസ്പയർ ചെയ്ത വ്യക്തി, ആ വ്യക്തിയെ കാണാൻ പറ്റുക, ആ വ്യക്തിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സൂഫിസത്തിൻ്റെ കുറച്ചുകൂടെയും ഞാൻ അതിൽ ഇൻവോൾവ് ആവാൻ കാരണം തന്നെ ഇതാണ്. നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം അത് ജീവിതത്തിൽ സംഭവിക്കും, അത് അത്രമേൽ നമ്മുടെ ആഗ്രഹം വേണം. അപ്പം അത്രമേൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇവൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായത്. അപ്പോൾ ഈ സോങ് കേട്ടിട്ടുണ്ടോ കൈലാഷിയുടെ? പ്രീത് കി ലത് മോഹെ ഐസി ലാഗി हो गई मैं मतवारी, बल बल जाऊं अपने पिया को, है मैं जाऊं वारी वारी, तेरी दीवानी. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഞാൻ ഇങ്ങനെ അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് എനിക്ക് ഒരു ഫാൻ ഗേൾ മൊമെൻ്റ് എന്ന് പറയുന്നതാണ്. അതിനുശേഷം ഞാൻ അങ്ങനത്തെ കുറേ എന്താ പറയുക കലാമുകൾ പിന്നീടാണ് കൂടുതൽ സീരിയസ് ആയിട്ട് കേട്ടത്. സൂഫി സോങ്സ് ചുമ്മാ കേട്ട് തുടങ്ങി. പിന്നെയാണ് ഇത് ജസ്റ്റ് അതിൻ്റെ ചുമ്മാ ഒരു ലൈറ്റ് വേർഷനാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ബാബ ബുല്ലേ ഷാ ഹുസൈൻ, ഗുലാം ഫരീദ്, ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഒരുപാട് അമീർ ഖുസ്രോ, ഇവരൊക്കെ സൂഫി മ്യൂസിക് അല്ല ആക്ച്വലി സൂഫി കലാമുകൾ എന്ന് തന്നെ പറയാം. അതൊരു സാഹിത്യശാഖയാണ്. അതിന് ഒരുപാട് അവരുടേതായിട്ടുള്ള കുറേ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പ് കൊടുത്തിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരികളിലുള്ള അർത്ഥമല്ല, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്.
അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പഠിക്കണം. കൂടുതലും ഇതൊക്കെ എഴുതിയിരിക്കുന്ന ഫാർസി, സിന്ധി, സെറൈക്കി, പഞ്ചാബി ഒബ്വിയസ്ലി. അപ്പോൾ ഈ പഞ്ചാബിയിൽ തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പഞ്ചാബി ഭാഷയിലാണ് ഇതൊക്കെ കൂടുതൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദിയും ഉറുദും നമുക്ക് മനസ്സിലാവും, പക്ഷെ പഞ്ചാബി മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രാവൽ ചെയ്ത് പ്രോപ്പർ ഇത് എവിടാണ് ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള യാത്രകൾ, ഒരുപാട് ഗുരുക്കന്മാരെ കണ്ട് ഫൈനലി ഞാൻ കണ്ടെത്തിയ സൂഫിസത്തിൽ തന്നെ പറയുന്നത് ഇതാണ്, നമ്മുടെ മുർഷിദ് എന്ന് പറയുന്ന ഗുരുവ, മുരീദ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ. അപ്പോൾ മുരീദ് ഹാസ് ടു ഫൈൻഡ് ഹിസ് മുർഷിദ്. അപ്പോൾ ശരിക്കും എൻ്റെ ജേണി അത് തന്നെയായിരുന്നു. ഞാൻ പിന്നീടാണ് ഇതിൻ്റെ ആ ഒരു യാത്ര, എൻ്റെ യാത്ര ഞാൻ പോലും അറിയാതെ സംഭവിച്ചത് ഇങ്ങനെയാണ്. മുരീദ് അന്വേഷിച്ച് മുർഷിദിനെ കണ്ടുപിടിക്കണം. എൻ്റെ യാത്രയും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ സംഭവിച്ചു പോകും. അപ്പോൾ ശരിക്കും ഞാനൊരു ആ ഒരു ലെവലിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ആ ലെവലിലായി എന്നുള്ള തിരിച്ചറിവ് എനിക്ക് അപ്പോഴാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഒരു 12-14 ലാംഗ്വേജസിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെ ഇത്രയും ലാംഗ്വേജസ് ഇങ്ങനെ വഴങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് ഒക്കെ അണ്ടർസ്റ്റുഡ് ആണ്, ഹിന്ദിയൊക്കെ. ബാക്കി ലാംഗ്വേജസിലൂടെയൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ്? ഒന്നും നമ്മൾ പഠിച്ചിട്ട് വരുന്നതല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ അത് സ്വായത്തമാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ വേണം. ഏത് ഭാഷയായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഇപ്പം ഉറുദു ആണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഭേദ്ഭാവ് മലയാളത്തിലോട് കാണിക്കാറില്ല. വ്യക്തമായിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് മീഡിയം എടുത്ത് നോക്കിയാലും മലയാളം എന്ന ഭാഷ വളരെ മോശമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ന്യൂ ജനറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചില അക്ഷരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് സത്യം പറഞ്ഞാൽ. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ലൈക്ക് യേശുദാസ് സാറിനെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പറയണം. കാര്യം അവരൊക്കെ നമ്മുടെ സ്കൂളുകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ചിത്ര ചേച്ചി, യേശുദാസ് സാറ്, സുജാ ചേച്ചി, ഇവരൊക്കെ ഇത്രയും വ്യക്തമായി പാടി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് കേട്ടിട്ട് പിന്നെയും പറയാതെ അറിയാതെ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ ദേഷ്യം വരും സീരിയസ്ലി. ഞാൻ പിന്നെ യൂത്ത് ഫെസ്റ്റിവലുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് ഈ പദ്യപാരായണങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗസൽ എന്ന് പറയുന്നവരുണ്ട്, ഗ അല്ല ഗസൽ. ആ ഒരു പ്രൊനൗൺസിയേഷൻ അത് പെർഫെക്റ്റ്. അത് ഭാഷ പഠിക്കണം നമ്മൾ. ഒരു മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മസ്റ്റായിട്ട് വേണം. അവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മീഡിയം അത് വ്യക്തമായി സംസാരിക്കാൻ അറിവില്ലെങ്കിൽ അതിന് പോകരുത്. അവർ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അറിയില്ലെങ്കിൽ അതിന് പോകരുത്. ഇത് പറയുന്നതോടുകൂടി വികലമാകുന്നത് ഒരു സമൂഹമാണ്, അടുത്ത ഒരു ജനറേഷനാണ് ഇത് കേട്ട്. ഇപ്പോൾ RJ ഞാൻ ഇപ്പം റേഡിയോ കേൾക്കാറേയില്ല. കാര്യം എല്ലാവരും സംസാരിക്കുന്ന രീതി, അവരുടെ ഭാഷ. ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷ് മോശമായിട്ട് ആരെങ്കിലും പ്രൊനൗൺസ് ചെയ്യോ? ചെയ്യില്ല. അതെന്തോ കുറവാണ്. അതുപോലെ തന്നെയാണ് മലയാളവും, അതുപോലെ തന്നെയാണ് തമിഴും. ഏത് ഭാഷ നമുക്കറിയാമെങ്കിൽ വ്യക്തമായിട്ട് അത് സംസാരിക്കാൻ, ശുദ്ധമായി സംസാരിക്കാനും പഠിക്കണം. അതില്ലാതെ അല്ലെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യരുത്, പാടാൻ വരരുത്, ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് പോകരുത്, സിനിമയിൽ അഭിനയിക്കാൻ വരരുത്. മമ്മൂട്ടിയെ പോലെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു ആൾ ഉണ്ട്. അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ വ്യക്തമായി ഇത്രയും ഭാഷാശുദ്ധിയോടുകൂടി, എനിക്ക് തോന്നുന്നത്, എനിക്ക് കേട്ടിട്ടുള്ളത് പൃഥ്വിരാജാണ് സംസാരിക്കുന്നത്. വാക്കുകൾ ശുദ്ധിയോടുകൂടി. നമ്മൾ മമ്മൂക്കയുടെ ആ ഒരു സംഭവം കേട്ട ആ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തമായിട്ട് തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങാടുവാ, ഇതൊക്കെ ലോക്കൽ ലാംഗ്വേജ് ആണ്, മനസ്സിലായോ? അത് ലോക്കൽ ലാംഗ്വേജ് ആണ്. അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയല്ല ശരിക്കും സിനിമയിൽ വന്നിട്ട് സംസാരിക്കേണ്ടത്. ഞാനീ പറയുന്നത് ആരും പറയാത്തത് കൊണ്ടാണ്. കാര്യം എനിക്ക് അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചത് അതുമല്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള കവികൾ പോലും മിണ്ടുന്നില്ല? പ്രശ്നം വേറൊന്നുമല്ല, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിന്നീട് വരുന്നത് ബാഡ് കമൻസ് ആണ്. ലൈക്ക് അവർ ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിക്ക് തന്ന അവരുടെ കോൺട്രിബ്യൂഷനെ മാനിക്കാത്ത രീതിയിൽ, ബഹുമാനിക്കാത്ത രീതിയിലുള്ള
വളരെ മ്ലേച്ഛമായിട്ടുള്ള കമൻറ്റുകളായിരിക്കും അതിനകത്ത് ചുറ്റും വരുന്നത്. കമൻറ്റുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ഇതൊന്നും അല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധം അത് വേണം. അത് വലിയൊരു പോയിന്റ് അല്ലേ, ഏത് മീഡിയയിലും ചില വാർത്ത പറയുന്ന കുറച്ച് വിരലെണ്ണാവുന്നവർ മാത്രമാണ് വ്യക്തമായി സംസാരിക്കുന്നത്. ബാക്കി കൂടുതലും അക്ഷരശുദ്ധി തീരെയില്ല. നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് മലയാളത്തിന് പുച്ഛം. ഇനി തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി നോക്കൂ, ഒരിക്കലും ഒരു തമിഴ് സോങ് തെറ്റായി ഉച്ചരിച്ച് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അത്രമേൽ അവർക്ക് ഇഷ്ടമാണ് തമിഴിനോട്, സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് മലയാളികൾക്ക് ആ ഒരു സ്നേഹം നമ്മുടെ ഭാഷയോടും ഇല്ല? അതെനിക്ക് എൻ്റെ ഒരു കൺസേൺ ആണത്. ഓക്കെ, അത് വലിയൊരു പോയിന്റ് ആണ്. നമ്മളിപ്പോൾ എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി നെസസറി. വലിയൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഒത്തിരി അറിവ് മനസ്സിലാക്കാൻ പറ്റി, പാട്ട് പാടി തന്നു. ഇതിനപ്പുറം എനിക്കിനി ഈ ദിവസത്തേക്കൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. കാണാം. താങ്ക് യു, നന്ദി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.